ഓരോ വിഷയങ്ങൾ പഠിക്കാനും വ്യത്യസ്ത രൂപങ്ങളുണ്ട്. കാണാതെ പഠിക്കാൻ അതിന് ചില ഐഡിയകളുണ്ട്, മനസ്സിലാക്കി പഠിക്കൽ വേറെ ഉണ്ട്. അങ്ങനെ ഓരോന്ന് പഠിക്കാനും വ്യത്യസ്ത ഐഡിയകളുണ്ട്. ഈ ഐഡിയകളിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്നും നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവും, അത് മറന്നു പോകാതെ നിൽക്കും. എത്ര മണിപ്പാടൊക്കെ പഠിച്ചിട്ടും എനിക്കിത് മറന്നു പോവാണ്. അപ്പോൾ ഞാൻ മണിപ്പാടൊക്കെ പഠിക്കാനുള്ള വല്ല ഐഡിയ? എത്ര പഠിച്ചിട്ടും അത് മറന്നു പോവുകയാണ്. അത് മറന്നു പോകാതിരിക്കാൻ കുറേ ഐഡിയകളുണ്ട്. അതായത് നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ, കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ബൈഹാർട്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ മറ്റ് ചില സാധനങ്ങളോട് അതിന് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ 50, 100 സാധനങ്ങളുടെ പേര് നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിലും അത് ഞാൻ നിങ്ങൾ എത്രാമത്തെയാണ് ഇന്ന സാധനങ്ങൾ പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് പറയാൻ എന്നെ കൊണ്ട് കഴിയും. അത് ചെറിയൊരു ഒന്ന് കണക്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു കാര്യമാണ്. നമുക്ക് വളരെ ചുരുങ്ങിയൊന്നും ഒരു കാര്യം നോക്കാം. ഒരു 10 വരെ നമ്പർ ഇട്ടിട്ട് ഒരു 10 സാധനങ്ങളുടെ പേര് ഓരോ നമ്പറിലും ആർക്കാ സ്പീഡിൽ പെട്ടെന്ന് എഴുതാൻ കഴിയുക? വേഗം ഒന്ന് എഴുതി 1, 2, 3 10 വരെ നമ്പർ ഇട്ടാം. വേഗം ഒരു നമ്പർ ഇട്ട് വയ്ക്കും. ഒരു ചെറിയൊരു ഐഡിയ ആണ്. ആ ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ നോക്കിയാൽ കാണുന്ന എന്തെങ്കിലും ഒന്നാമത്തെ ഒരു സാധനത്തിന്റെ പേര് എന്താണ് എഴുതുന്നത് പറഞ്ഞിട്ട് ഒരു സാധനത്തിന്റെ പേര് ഒന്നാമത്തെ എന്തായിരുന്നു? ക്ലോക്ക്. 2 കലണ്ടർ. 3 4 സ്പീക്കർ. 5 ഷവർമ. 6 ബേക്ക്. 7 ടേബിൾ. 8 റാബിറ്റ്. 9 കാറ്റ്. 10 വിൻഡോ. ഇപ്പൊ 10 സാധനങ്ങളുടെ പേരെഴുതില്ലേ? ഒന്ന് ഫസ്റ്റ് പോലെ ഒന്ന് വായിക്കി. ഒന്നാമത്തത് ക്ലോക്ക്. രണ്ടാമത്തത് കലണ്ടർ. മൂന്നാമത്തത് ഫാന്. നാലാമത്തത് സ്പീക്കർ. അഞ്ചാമത്തത് ഷവർമ. ആറാമത്തത് ബൈക്ക്. ഏഴാമത്തത് ടേബിൾ. എട്ടാമത്തത് റാബിറ്റ്. ഒമ്പതാമത്തത് കാറ്റ്. പത്താമത്തത് വിൻഡോ. ഇതിപ്പോ ഈ 10 സാധനങ്ങൾ അയാൾ എഴുതി. ഈ 10 നമ്മൾ ഇങ്ങനെ കുറേ പഠിച്ചാൽ നമുക്ക് ഡിസോർഡർ ആയിട്ട് നമുക്കിത് എത്രാമത്തെ നമ്പറിലാണ് ഇത്രാമത്തെ എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല. പക്ഷെ ഇത് പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇയാൾ ചോദിക്കും. 6 6 ഇയാൾ എഴുതിയത് ബേക്കാണ്, ശരിയല്ലേ? ബേക്കാണ്. മറ്റേതൊരു നമ്പർ ചോദിക്കും. 2 ഇയാൾ എഴുതിയ കലണ്ടറാണ്. ഇനി വേറെ ഏതെങ്കിലും സാധനങ്ങൾ ചോദിക്കുന്ന നമ്പർ പറഞ്ഞുതരാം. സ്പീക്കർ 4 എഴുതിയിട്ടുള്ളത് അല്ലേ? ഇതിന് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. അതായത് 1 മുതൽ 100 വരെയുള്ള നമ്പറുകളൊക്കെ നമുക്കൊരു പെഗ് വേർഡ്സ് ഉണ്ടാക്കണം. 1 എന്ന് പറഞ്ഞാൽ അതിനൊരു പെഗ് വേർഡ് ഉണ്ട്, ഗൺ എന്നാണ്. 1 ഗൺ, 2 ഷൂ, 3 ട്രീ, 4 ഫ്ലവർ, 5 ഹൈവ്. ഹൈവ് പറഞ്ഞാൽ തേനീച്ചക്കൂട്. 6 വിക്സ്, 7 ഹെവൻ. ഹെവൻ പറഞ്ഞാൽ സ്വർഗം. 8 ഗേറ്റ്, 9 വൈൻ, 10 ടിൻ. ഇങ്ങനെ നമ്മൾ 10 പെഗ് വേർഡ്സ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തത് ഇയാള് ഫാൻ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലോക്ക് എന്നാണ് ഇയാൾ പറഞ്ഞത്. ക്ലോക്ക് എന്ന് ഒന്നാമത് പറയുമ്പോൾ ഞാൻ
ഒരു ഗണ്ണായിട്ട് ക്ലോക്കിനെ സങ്കല്പിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം എന്ത് ചെയ്യണം, മനസ്സിൽ ഒരു വിഷ്വലൈസ് ചെയ്ത് വെക്കണം, ഒരു ഇമേജ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു ഇമേജിന് ഒരു പിക്ചറായിട്ട് മാത്രമാണ് നമ്മുടെ ചിന്തകളിലേക്ക്, തലച്ചോറിലേക്ക് ഓരോ കാര്യവും സേവ് ആവുന്നത്. ഇപ്പൊ ഈ 10 ഈ കുട്ടി പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 10 കൃത്യമായിട്ട് ഏത് നമ്പറാണ് ചോദിച്ചാൽ കിട്ടും. പക്ഷെ എനിക്കിപ്പോഴും ഈ 10 കിട്ടും. അപ്പൊ ഇത് ഞാൻ ഇയാൾ പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് വെച്ചതാണ്. ഇതിന്റെ ഈ പെഗ് വേർഡ്സ് 10 അല്ല, ഒരു 100ഓളം പെഗ് വേർഡ്സ് ദൂരം ഉണ്ടാക്കി വെക്കണം. എന്ന് നമുക്ക് ഒരാൾ പറയുമ്പോൾ എത്രാമത് നമ്പർ പറയുമ്പോൾ വേഗം അതിന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ പിന്നെ എപ്പോഴും നമുക്കതങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവും. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഒരേ സമയം ഇപ്പൊ മെമ്മറി ടെസ്റ്റ് പോലത്തെ പരീക്ഷകളൊക്കെ ഒരു ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ ആ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ എഴുതാൻ പറ്റില്ല. പക്ഷെ കൃത്യമായിട്ട് ഓരോ നമ്മൾ കാണുമ്പോൾ 1 എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിൽ വെച്ചിട്ട് അതിനൊരു ഗണ്ണായിട്ട് സങ്കല്പിക്കണം. ഇപ്പൊ ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ ആണ് 6 വിക്സ് ആണ് എന്റെ പെഗ് വേർഡ്. അത് 6 ഇയാൾ ബേക്കാ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, എനിക്ക് പെട്ടെന്ന് തലവേദന വന്നപ്പോൾ ഒരു വിക്സ് ഇങ്ങനെ തേക്കണതിന്റെ പകരം ഞാൻ ബേക്കിന് ഇങ്ങനെ തൊട്ടിട്ട് ഞാൻ തേച്ചപ്പോൾ എന്റെ തലവേദന മാറി. അത് ചിന്തിക്കുമ്പോ നമുക്ക് ചിരി വരുന്നില്ലേ? അതായത് ഒരു അത്ഭുതം പോലെ ഒരു ഇതല്ലേ. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു വെച്ചാലേ കൂടുതൽ നമ്മൾ വിചാരിക്കും കുറച്ച് പഠിക്കുമ്പോഴാണ് എളുപ്പം എന്ന്. അത് നമുക്ക് തെറ്റായ ഒരു കാര്യമാണ്. കുറച്ച് പഠിക്കുമ്പോഴല്ല എളുപ്പം, കൂടുതൽ പഠിക്കുമ്പോഴാണ് എളുപ്പം. ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു ചെറിയ രൂപത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് ഓർമ്മയിൽ നിൽക്കാൻ. ആ വിഷയത്തെ പറ്റി കൂടുതൽ ഗഹനമായിട്ട് അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വിശാലമായിട്ട് അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓർമ്മയിലേക്ക് നിൽക്കുക. മനസ്സിലാകും എങ്ങനെയാണ് ഈ പെഗ് വേർഡ്സുകൾ കണ്ടെത്തേണ്ടതെന്ന്? ഇപ്പൊ ചുരുങ്ങിയ 10 വരെയുള്ള പെഗ് വേർഡ്സ് മനസ്സിലായില്ലേ? ഇനി അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.